നമ്മളെപ്പോഴും ചെയ്യേണ്ടത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് എല്ലാവരും കൂടിക്കൊണ്ടിട്ട് ആരും ഭിന്നിച്ച് നിൽക്കാതെ എല്ലാ നിലക്കും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംഘമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ വാർത്താ മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, സംസ്ഥയുടെ ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ്. വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും, അവർക്കും ചില ഇളവുകളൊക്കെ ഉണ്ടാവും, അതുപോലെ സംഘടനകൾക്കും ഉണ്ടാവും. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇകഴ്ത്തുന്ന നിലക്കുള്ളതായ ഏതെങ്കിലും വാർത്തകൾ, ഞാൻ രാവിലെ ഒരു ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, ആ ചാനലിന്റെ പ്രത്യേക അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നില്ല, ആരെങ്കിലും തോക്കേറ്റ് വന്നില്ല. വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി. ആ നിലക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയിരുന്നു. ഈ സമസ്ത ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഞാൻ അതിന് മറുപടി ഇവിടുന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്, ഇത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുമാനിക്കണം. വഴങ്ങിയെന്നോ അല്ലെങ്കിൽ കുഴങ്ങിയെന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ അതിന്റെ ശക്തി നശിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തിക്കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിലേക്ക്, ഈ രാജകീയമായ സ്വീകരണത്തിലേക്ക് നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു സ്വാലിഹായ അമലായി കൊണ്ട് കബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെയുള്ള ഹസനാത്തിന്റെ ആ രേഖയിൽ ഇതിൽ അല്ലാഹു രേഖപ്പെടുത്തി തട്ടെ. നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും ഭക്ഷണം നൽകിയവർക്കും വെള്ളം നൽകിയവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ നിലക്കുള്ള ഹൈറിനും ബർക്കത്തിനൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. രോഗമുള്ളവരെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സുഖാനായി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ടതായ നമ്മുടെ മഹാന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങളുടെ ജന്മദിനം മിഞ്ഞാന്ന് ഞാൻ അവിടുന്ന് ഒരു ഫാത്തിഹ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് ഇതിന്റെ പ്രസംഗത്തിൽ ആദ്യം ചെയ്തിട്ടുള്ളത്. എന്നതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും നമ്മുടെ അനുയായികൾക്ക് വേണ്ടിയും നമ്മുടെ ഉമറായിന് വേണ്ടിയും ഒക്കെ മരിച്ചവർക്കൊക്കെ നമ്മൾ അവർ ഫാത്തിഹ ഓതിക്കൊണ്ട് അവസാനിപ്പിക്കുക. ഇലാ ഹദറാത്തി അർവാഹി മൻ നവൈനാഹും അൽ ഫാത്തിഹ.